വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നവംബർ 23 ശനിയാഴ്ച രാവിലെ 8 തുടങ്ങും. ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണുന്നത് നിലമ്പൂർ അമൽ കോളേജിലാണ്. വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. രാവിലെ 7 മണിയോടെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ തുറക്കും. ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ 3 നിയോജക മണ്ഡലങ്ങൾക്കായി 3 ഹാളുകളാണ് കൗണ്ടിംഗിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട മണ്ഡലങ്ങളുടെ ഉപവരണാധികാരികൾ നേതൃത്വം നൽകും. ഓരോ ഹാളിലും 14 വീതം ടാബിളുകൾ ഉണ്ടാകും. ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ, ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ്, ഒരു മൈക്രോ ഒബ്സർവർ എന്നിങ്ങനെ 3 ഉദ്യോഗസ്ഥരാണ് ഓരോ ടാബിളിലും ഉണ്ടാകുക. 3 മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകളാണ് അമൽ കോളേജിൽ എണ്ണുന്നത്. പോസ്റ്റൽ ബാലറ്റുകൾ വയനാട്ടിൽ വെച്ചാണ് എണ്ണുക. ഫലപ്രഖ്യാപനം വരണാധികാരിയായ വയനാട് ജില്ലാ കളക്ടർ നിർവഹിക്കും. ജില്ലയിലെ വോട്ടെണ്ണൽ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 3 നിരീക്ഷകർ എത്തുന്നുണ്ട്. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ. പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.